ഇതാണ് ബ്രൈഡൽ ബൊക്ക എന്ന് പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ മഞ്ഞയും ഉണ്ട് എന്ന് പറഞ്ഞ ചെടി. ഇതുപോലെ നിർത്തിയാൽ ഇത് 750 രൂപയ്ക്കാണ് ഈ പ്ലാന്റ് ഇത്രയും ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ സംവിധാനങ്ങൾ ഒരുക്കി വളരെ മനോഹരമായി. ഇതിന്റെ പ്രത്യേകത ഇത് പൂക്കാൻ തുടങ്ങിയാൽ ഇനി എല്ലാ സമയത്തും പൂക്കുന്ന കലാത്തിയ ലുട്ടിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ഈ ഗാർഡൻ ഡിസൈൻ ചെയ്യുന്ന ആളുകൾ കൊണ്ടുപോകുന്നു. മിക്കവാറും വീടുകളുടെ മുന്നിൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് കലാത്തിയ ലുട്ടി. അടയ്ക്കാമരമാണ് ശരിക്കും ഇത്, പക്ഷേ ഇതൊരു ഡെക്കറേഷൻ അടയ്ക്കാമരമാണ്. വീടുകളുടെ മുന്നിലൊക്കെ ഇങ്ങനെ പാത്ത് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ നട്ടുപിടിപ്പിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത ഇത് ഒരിക്കലും പൊക്കം വയ്ക്കാത്ത ഗോൾഡൻ കസ്കാർഡ്. 175 രൂപയാണ് ഇതിന്റെ ഈ കവറിന്റെ വില. ഇതിൽ 100 രൂപയുടെ ചെറിയ കവറുകളുണ്ട്, പക്ഷെ അതൊക്കെ പൂവാണ് ഇതിന്റെ ഏറ്റവും വലിയ. ഈ ഒരു കൊല പൂവ് ഏതാണ്ട് 2 മാസത്തിലധികം കിടക്കും. ഡിസംബർ സമയത്ത് ഏറ്റവും മനോഹരമായി പൂക്കുന്ന ഒരു ചെടി. വളരെ ഭംഗിയാണ്. ഇതിന്റെ തല മുഴുവൻ വെള്ള നിറയെ കൊലകുത്തി പൂക്കളായി വളരെ മനോഹരമാണ് കാണാൻ. ഇത് വളരെ വില പിടിച്ച ഒരു ചെടിയാണ്. ഇത് ഡ്രാഗു എന്ന് പറയും. ഇതൊരു ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ചെടിയാണ്. സാധാരണഗതിയിൽ ഈ ജീസസിന്റെ പ്രതിമ അല്ലെങ്കിൽ ബുദ്ധന്റെ പ്രതിമ ഇതൊക്കെ പുറത്തു വെക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ അതിനോടൊപ്പം തന്നെ ചൈനയാണ് അതിന്റെ ഒരു കേന്ദ്രം, ഇത് കൂടി അതിന്റെ ഒപ്പം ഉണ്ടായിരിക്കും. ഇത് പിന്നെ പ്ലുമേറിയ എന്ന് പറയും. പല കളറിലുള്ള പാലകളാണ് ഇതില്. ഇത് ചുവപ്പുണ്ട്, വെള്ളയുണ്ട്, പിന്നെ രണ്ടും കലർന്ന ഒരു മിക്സ് കളർ. ഇതിന്റെ പൂവ് ഇപ്പൊ കഴിഞ്ഞതാണ്, പൂ വരുന്നുണ്ട്. ഇത് വെരിഗേറ്റഡ് ആണ്. ഇത് ചെടി പൊക്കം വയ്ക്കില്ല. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ ചെയ്യുന്നുള്ളത് നമ്മുടെ ചാലക്കുടി പോട്ടയിലുള്ള ഹെൽപ്പ് എവർ അഗ്രി നഴ്സറിയിലാണ് ഉണ്ടാവുള്ളത്. അപ്പൊ ഇവിടെ ഒരുപാട് നമ്മുടെ ഇലച്ചെടികളും പിന്നെ ഫ്ലവേഴ്സ് ഉള്ള ചെടികളും അങ്ങനത്തെ കുറേ പിന്നെ പഴമരങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി നഴ്സറിയാണ്. ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും രണ്ടാമത് വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ നമസ്കാരം. നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു രണ്ടാമത് വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഇവിടെ ചെടികളും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് പരിചയപ്പെട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നല്ല കാര്യമാണ്. ചേട്ടാ പറഞ്ഞോ, ഏത് തരാണ് നിങ്ങൾക്ക് ആദ്യം കാണേണ്ട ചെടികൾ വേണോ? നമുക്ക് ആദ്യം ഇവിടുന്ന് തന്നെ ഇങ്ങനെ ഓർഡർ ആയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ബൊഗേൻവില്ലകളൊക്കെ തീർന്നു തുടങ്ങി. ബൊഗേൻവില്ലകളുടെ സീസൺ കഴിഞ്ഞു ശരിക്കും. അത് മെയ് വരെയൊക്കെയാണ് അത് നല്ലോണം പൂത്തുകൊള്ളും. മഴ തുടങ്ങിയാൽ പിന്നെ അതിന്റെ പൂവ് ഉണ്ടാവില്ല. ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ ആവണം വീണ്ടും പൂത്ത് വരണമെങ്കിൽ. അപ്പോഴേക്കും ഇതൊക്കെ ഇനിയിപ്പോ ഇവിടുന്ന് ഇതൊക്കെ മാറ്റും. അത് കട്ട് ചെയ്ത് വീണ്ടും നല്ല കമ്പുകൾ വരുത്തിയിട്ടാണ് അതിപ്പോ പൂക്കളായിട്ട് കൊടുക്കുന്നത്. ഇവിടെ പിന്നെ നമുക്ക് നോക്കുന്നത് ഇത് ചൈന ഡോൾ. ഇത് ഡിസ്മോഡിയ എന്ന് പറയുന്ന ചെടിയാണ്. വളരെ മനോഹരമായിട്ട് നല്ല പന്തലിച്ച് വരുന്ന, വളരെ വേഗത്തിൽ പന്തലിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചെടിയാണ്. എന്നാൽ തണൽമരമായിട്ട് വളർത്താൻ ഉള്ളതില്ല, പക്ഷെ നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്ന ഭംഗിക്ക് വേണ്ടി സെറ്റ് ചെയ്യും. ഇതിന് എത്ര വരുന്ന റേറ്റ്? ഇതിന് ഈ ചട്ടിയിൽ ഞങ്ങൾ സെറ്റ് ചെയ്യുന്നത് 400 രൂപയാണ്. അത് 4 ചെടീനെ കയറ്റിയിട്ടാണ്. അത് 75 രൂപ വീതം വിലയുള്ള 4 ചെടീനെ എടുത്ത് ചട്ടിയിൽ സെറ്റ് ചെയ്യുമ്പോഴാണ് അത് 400 രൂപ. ആ മണ്ണിന്റെയും ചട്ടിയുടെയും ഒക്കെ പാടുന്നത്. പിന്നെ ഇത് ചൈന ഡോൾ എന്ന് പറഞ്ഞപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള പ്ലാന്റ് ആണ് ചൈന ഡോൾ. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഉപയോഗിക്കാവുന്ന ചെടിയാണ് ചൈന ഡോൾ. അത് ഒന്ന് നല്ലോണം തുടച്ച് വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ ഒരു പ്ലാസ്റ്റിക് ചെടി പോലെ വീടിന്റെ അകത്ത് സൂക്ഷിക്കാവുന്ന നല്ല ഭംഗി. ഇത് ഒരെണ്ണത്തിന് എത്രയാണ്? ഇത് 60 രൂപയുടെ ഉണ്ട്, 75. ഇത് 90 രൂപയുടെ ചെടികളാണ്. ഹൈറ്റ് ആണ്, ഹൈറ്റും കവറും ആണ് ചെടികളുടെ. ചെറിയ കവറിലായിരുന്നു ചെറിയ ഉയരം കുറഞ്ഞത് 60 രൂപ. അതിപ്പോ ഏതാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് 90 രൂപ. അതുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഇത് ലുട്ടിയ എന്ന് പറയും. കലാത്തിയ ലുട്ടിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ഈ ഗാർഡൻ ഡിസൈൻ ചെയ്യുന്ന ആളുകൾ കൊണ്ടുപോകുന്നു. മിക്കവാറും വീടുകളുടെ മുന്നിൽ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് കലാത്തിയ ലുട്ടിയ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാറ്റിനെയും സൂര്യപ്രകാശത്തിനെയും ഉള്ളിലേക്ക് കടത്തിവിടും. എന്നാൽ പൊടി തടയുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ജനലക്കൊക്കെ സാധാരണ ജനൽ ഒക്കെ വെക്കുന്നിടത്ത് ആണ് ഈ ചെടി നടുക. കാരണം അപ്പൊ പൊടി ഒരു കാരണവശാലും ഉള്ളിലേക്ക് കടക്കില്ല. ഇത് ഏതാണ്ട് 1 മീറ്റർ വരെയൊക്കെ നീളമുള്ള ഇലകൾ ഉണ്ടാവുന്ന ഇത് ചെറിയ പ്ലാന്റ് ആണ്. 150 രൂപയുടെ ചെടികളാണ്. അതിൽ തന്നെ ഇത് 75 രൂപയുടെ ചെറിയ ചെടികളാണ്. ഇത് ശരിക്കും ഒരു 6 അടി 8 അടിയൊക്കെ ഉയരം വരുന്ന ചെടിയാണ്. 1 മീറ്റർ വരെ നീളമുള്ള ഇലകൾ ഉണ്ടാവുന്ന നല്ല
ചെടിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു പുറം സിൽവർ കളറായിരിക്കും, മറുപുറം പച്ചയായിരിക്കും. ഇതിൽ തന്നെ റെഡ് പുറത്ത് അടിയിൽ വരുന്ന ചെടിയുണ്ട്, റെഡ് ലുട്ടിയ എന്ന് പറഞ്ഞിട്ട്. അതിന് 700 രൂപയോളം വില. പിന്നെ ഇത് ടെർമിനാലിയ. ഇത് എത്ര വില വരുന്നത്? ഇത് 10,000 രൂപ വില വരുന്ന ചെടിയാണ്. അത് ആ തട്ടുകളാണ് അതിന്റെ വില നിശ്ചയിക്കുന്നത്. അത് ഒരു തട്ടൊക്കെ വയ്ക്കാൻ ഏതാണ്ട് ഒരു കൊല്ലം എടുക്കും. ഒരു വർഷത്തിൽ ഒരു തട്ടാണ് ഇതിന് കയറി വരുള്ളൂ. ഇത് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ചെടിയാണ്. വളരെ സമയമെടുക്കും ഇതിന് മുകളിലേക്കുള്ള കമ്പ് കിട്ടാൻ. ഇത് ഭംഗിക്ക് വേണ്ടി വെക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു നിലവിളക്ക് പോലെ ഇങ്ങനെ നല്ല തട്ടിൽ വരുന്ന ചെടിയാണ്. അപ്പൊ അതുണ്ട് കേട്ടോ ഇവിടെ. ആ ഒരു ടൈപ്പ് ടെർമിനാലിയൊക്കെ നോക്കുന്നവര് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അടുത്തത്, പിന്നെ ഇത് യുജീനിയകൾ എന്ന് പറയും. പല കളറിലുള്ള യുജീനിയകളുണ്ട്. ഇതൊക്കെ വെരിഗേറ്റഡ് എന്ന് പറയും. 3 കളർ ഉണ്ടായിരിക്കും ചെടിയുമ്പോ. ഇലയമ്മ തന്നെ 2 കളർ, കൂമ്പ് ചോന്ന കളർ, അങ്ങനെ 3 കളർ ഒരേ സമയത്ത് വരുന്ന ചെടിയാണ്. അതൊക്കെ 400 രൂപ റേഞ്ചിലുള്ള ചെടികളാണ്. സ്റ്റാർട്ടിങ് 120 രൂപ. അതിന്റെ ചെറിയ തൈ 120 രൂപ. ഇത് സാധാരണ യുജീനിയ. ഇത് 50 രൂപയ്ക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 50 രൂപ മുതൽ 400 രൂപ വരെ. ആ ഒരു ടൈപ്പും ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് നേരത്തെ കണ്ടു നമ്മൾ ഡെസ്മോഡിയത്തിന്റെ അതിന്റെ തൈകൾ ഇരിക്കണതാണ്. പിന്നെ ഇത് ഹീര ഹള്ളി എന്ന് പറയുന്ന ഒരു അടയ്ക്കാമരമാണ് ശരിക്കും ഇത്. പക്ഷേ ഇതൊരു ഡെക്കറേഷൻ അടയ്ക്കാമരമാണ്. വീടുകളുടെ മുന്നിലൊക്കെ ഇങ്ങനെ പാത്ത് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ നട്ടുപിടിപ്പിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത ഇത് ഒരിക്കലും പൊക്കം വയ്ക്കാത്ത, ഏതാണ്ട് 1 ഇഞ്ച് കഷ്ടി 2 പട്ടകൾ തമ്മിലുള്ള, സാധാരണ അടയ്ക്കാമരത്തിന്റെ 6 ഇഞ്ച് മുതൽ 8 ഇഞ്ച് വരെയൊക്കെ അകലുണ്ടാവും 2 പട്ട. ഇത് കഷ്ടി 1 ഇഞ്ച് മാത്രമാണ് 2 പട്ടകൾ തമ്മിലുള്ള ഗ്യാപ്പ് വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പൊക്കം വയ്ക്കണമെങ്കിൽ കൊല്ലങ്ങൾ എടുക്കും. അപ്പോൾ വീടിന്റെ മുന്നിൽ എപ്പോഴും മനോഹരമായ പച്ചപ്പ് താഴെ തന്നെ നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ ഹീര ഹള്ളി. ഇത് 900 രൂപ. ഇതിൽ 5 വർഷത്തെ ചെടിയുണ്ട്. ഇത് 2500 രൂപ വരും. അടിവശാണ് ഇതിന്റെ വലിയ കട. അതാണ്. അത് 2500 രൂപ വില വരുന്നത്. പിന്നെ ഇതെന്തായിരുന്നു സംഭവം? ഇത് ഫൈസ്കസ് ഫാം എന്ന് പറയും. ഇത് സാധാരണ വെറുതെ ഒരു ഇലച്ചെടിയാണ്. ഈ ഇല വെട്ടി നിർത്തുന്ന. ഇത് കൊള്ളാലോ, ചെറുത്. എന്താ സാധനം? അതൊരു ക്രോട്ടൻ ആണ്. ആപ്പിൾ ക്രോട്ടൻ എന്ന് പറഞ്ഞിട്ട് പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് വന്ന ഒരു വെറൈറ്റി പെടുന്നതാണ്. ഉരുണ്ട് വരും അതിന്റെ ഇല. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ്. ഇതിന് 90 രൂപ. നല്ല ഭംഗിയുള്ള ചെടിയാണ്. ഇത് പിന്നെ പ്ലുമേറിയ എന്ന് പറയും. പല കളറിലുള്ള പാലകളാണ് ഇതില്. ഇത് ചുവപ്പുണ്ട്, വെള്ളയുണ്ട്, പിന്നെ രണ്ടും കലർന്ന ഒരു മിക്സ് കളർ. ഇത് ഇതിന്റെ പൂവ് കഴിഞ്ഞതാണ്. ഇത് പൂവ് വരുന്നുണ്ട്. ഇത് വെരിഗേറ്റഡ് ആണ്. ഇത് ചെടി പൊക്കം വയ്ക്കില്ല. വളരെ ഉയരം കുറഞ്ഞ് എപ്പോഴും പൂത്ത് നിൽക്കുന്ന പാല ഇനത്തിൽ സ്റ്റാർട്ട്. ഇത് 300 രൂപ മുതൽ. ഈ ചെറിയത് ആ മുകളിൽ പൂവുണ്ടായ അത് 150 രൂപയുള്ളൂ. ആ ചെടികളൊക്കെ ആ ഉയരത്തിൽ നിൽക്കുന്ന അത് നിറയെ പൂത്ത് ഈ സമയത്ത് എല്ലാ വീടുകളുടെ മുന്നിലും നിറച്ച് പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ് പ്ലുമേറിയ. അത് ശരിക്കും പൂക്കുന്ന സമയമാണ്. അപ്പൊ അതുണ്ട്. പിന്നെ ഇത് ഇലച്ചെടിയാണോ? അല്ല, ഡിസംബർ ലേഡി. ഡിസംബർ സമയത്ത് ഏറ്റവും മനോഹരമായി പൂക്കുന്ന ഒരു ചെടി. വളരെ ഭംഗിയാണ്. ഇതിന്റെ തല മുഴുവൻ വെള്ള നിറയെ കൊലകുത്തി പൂക്കളായിരിക്കും. വളരെ മനോഹരമാണ് കാണാൻ. ഇതിന് 400 രൂപ. നല്ല രസമുണ്ട്. ഇല കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഡിസംബർ ആകുമ്പോഴേക്കും നല്ല രസം. നവംബർ, ഡിസംബർ, ജനുവരി 3 മാസം ഇതിന്റെ തല നിറയെ പൂവായിരിക്കും. നന്നായിട്ട്. ഇത് പിന്നെ മരമുല്ല എന്ന് പറയുന്ന ചെടികളാണ്. ഇത് തീരെ ഈ കുഞ്ഞി ഇലകളായിട്ടുള്ള, ഒരിക്കലും ഉയരം കൂടാത്ത വെരിഗേറ്റഡ് ആണിത്. ഇത് 600 രൂപയാണ് ഇതിന്റെ റേഞ്ച്. ഈ ചെടികൾ 270 രൂപയാണ് ഇതിന്റെ റേഞ്ച്. അതിന്റെ തന്നെ വലിയ മരങ്ങളാവുന്ന അതേ സാധനം തന്നെയാണ് മരമുല്ല തന്നെ. അത് മുകളിലേക്ക് പോയി മാല ബൾബിന്റെ തുമ്പ് കെട്ടിയിട്ട പോലെ അത് ഈ താഴോട്ട് കൊമ്പ് വളഞ്ഞ് അതിൽ പൂക്കുന്ന ഒരു ചെടിയാണ്. അത് മരമുല്ല. നല്ല ചെടിയാണ്. അത് 270. ഇത് എന്താ ഇലയാണ്? ഇത് വെറുതെ ഇലച്ചെടിയാണ്.
നമ്മുടെ ഇത് 2-3 കളറിലുണ്ടാവും. വയലറ്റ് കളറിൽ വരുന്ന വയലറ്റ് കളർ 2 കളറാണ്. ഇതിൽ 2 അല്ല 3 കളർ ഉണ്ടായിരുന്നു. ഒരു കളർ ഇത് വളരെ ചെറിയ ഹൈറ്റ് ആയിട്ട് ഇതാ അതിന്റെ അടിയിൽ നിൽക്കുന്നത്. ഇതൊക്കെ 60 രൂപയുടെ ചെടികൾ. ഇതാണോ? അല്ലല്ല, ഇതില്ലേ ഇലച്ചെടികളിൽ പെടുന്ന ഒരൈറ്റുണ്ട്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അടുത്തത് ഇത് വളരെ വില പിടിച്ച ഒരു ചെടിയാണ്. ഇത് ഡ്രാഗു എന്ന് പറയും. ഇതൊരു ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ചെടിയാണ്. സാധാരണഗതിയിൽ ഈ ജീസസിന്റെ പ്രതിമ അല്ലെങ്കിൽ ബുദ്ധന്റെ പ്രതിമ ഇതൊക്കെ പുറത്തു വെക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ അതിനോടൊപ്പം തന്നെ ചൈനയാണ് അതിന്റെ ഒരു കേന്ദ്രം, ഇത് കൂടി അതിന്റെ ഒപ്പം ഉണ്ടായിരിക്കും. ആ ചെടിക്ക് ആ പ്രതിമയ്ക്ക് ഊർജം കൊടുക്കുന്നത് ഈ ചെടികളിൽ നിന്നാണെന്ന് വിശ്വാസം. 4500 രൂപയാണ് ഇതിന്റെ വില. അത് ഓരോ കമ്പ് കടക്കേന്ന് എത്ര കമ്പുണ്ടോ അതിനനുസരിച്ച് അതിന്റെ വില കയറി. 4 കമ്പുള്ളത് 4500, 5 കമ്പായ 5500, അങ്ങനെ കയറി പോകുന്ന കമ്പുകളാണ് അതിന്റെ വില നിശ്ചയം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടി. ഇത് പിന്നെ നല്ല ചെടിയാണ്, നിക്കോഡിയ എന്ന് പറഞ്ഞിട്ട്. ഗൾഫ് വിദേശ മരുഭൂമികളിൽ ഉണ്ടാവുന്ന ചെടിയാണ്. ശരിക്കും വെയിലാണ് ഇതിന്റെ വളം. നല്ല വെയിലെത്തിരുന്നാൽ വളരെ മനോഹരമായിട്ട് നല്ല കുഞ്ഞി പൂക്കൾ നിറച്ചു വരുന്ന പിങ്ക് കളറിലുള്ള പൂക്കള്. ഇത് നിറയെ പൂക്കളായിട്ട് വരും. പൂക്കൾ നിറച്ചു വരും. നിറയെ പൂത്ത് നിൽക്കുന്ന ഒരു അത് 75 രൂപ മുതൽ 1500 രൂപ വരെയുള്ള ചെടികളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇത് അഡീനിയം എന്ന് പറയുന്ന പൂക്കളാണ്. ഇത് മിക്കവാറും 2 മാസം ഇടവിട്ട് ഇത് പൂത്തുകൊണ്ടിരിക്കും. അഡീനിയം. ഇതിന് പ്രത്യേകിച്ച് ഒരു സംരക്ഷണം വേണ്ട, വലിയ സംരക്ഷണം വേണ്ട ചെടിയല്ല. ഇതില് ഫംഗൽ ഇൻഫെക്ഷനാണ് വല്ലപ്പോഴും വരും. അതിന് സാഫ് എന്ന് പറയുന്ന കീടനാശിനി ഒന്ന് അടിച്ചു കൊടുത്താൽ അത് രക്ഷിച്ചെടുക്കാൻ വളരെ മനോഹരമായി കട്ട പൂക്കൾ ഉണ്ടാവുന്ന ചെടികളാണ്. ഇത് 350 രൂപയാണ് ഇതിന്റെ റേഞ്ച്. ഇതിന്റെ ഈ ചട്ടിയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഏത് തരം പൂവാണ് ആ ചെടിയുള്ളത്. അത് കാണിക്കുന്നു. അതുണ്ട് കേട്ടോ അവിടെ ആ ഒരു അഡീനിയം പ്ലാന്റുകൾ ഉണ്ട്. പിന്നെ ഇത് ബട്ടർഫ്ലൈയുടെ, അത് ബട്ടർഫ്ലൈയുടെ തുമ്പിയുടെ ചിറകിന്റെ രൂപത്തിലുള്ള ചെടികളാണത്. ഒരു പൂവുണ്ടാവും. ഇത് എത്ര രൂപ വരണം? ഇത് 140 രൂപയാണ് അതിന്റെ റേറ്റ് തന്നെ. പിന്നെ നമുക്ക് നോക്കാം, ഈ ചെത്തിയാണ്. ഇത് നല്ല വിദേശ ഇനം ചെത്തിയാണ്. ഇത് വളരെ ചെറുതായിട്ട് തന്നെ ഇതിൽ നിറയെ പൂ വരുന്ന, പണ്ടത്തെ നമ്മുടെ മരുന്ന് ചെത്തി പോലെ തന്നെ വരുന്ന ഒരെണ്ണാണ്. പക്ഷെ പല കളറിൽ മരുന്ന് ചെത്തി സാധാരണ ചുവന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് 3-4 കളറിൽ വരും. ഇതില് വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്, നല്ല റെഡ് ഉണ്ട്. 280 രൂപയാണ് അതിന്റെ റേഞ്ച് വരുന്നത്. പിന്നെ ഇത് എന്ത് ചെടിയായിരുന്നു ഈ പച്ച കളറല്ലേ ഉള്ളത്? ഇത് ലിമോണിയ എന്ന് പറയുന്ന ചെടിയാണ്. വളരെ മനോഹരമായ പൂക്കൾ ഉണ്ടാവുന്ന. ഇതിന്റെ പ്രത്യേകത ഇലയിൽ തന്നെ പല കളറുകൾ ഉണ്ടാവും. അതോടൊപ്പം നല്ല പൂക്കൾ ഉണ്ടാവുന്ന ലിമോണിയ. 150 രൂപയാണ് ഈ ചെടിയുടെ ചട്ടിയിലുള്ള ചെടിയുടെ വില. ഇത് അഗ്ലോണിമയിൽ പെടുന്ന ഒരു ചെടിയാണ്. 150 രൂപ റേഞ്ചിൽ വരുന്ന ചെടികളാണ്. പിന്നെ ഇത് പ്ലാസിഫോറ എന്ന് പറയും. വളരെ മനോഹരമായ പൂക്കള്. നമ്മുടെ ഇതിൻ്റെ ഒക്കെ പടർന്നു കയറുന്ന ചില ചെടി ഈ ക്രീപ്പറാണ്. അത് തന്നെയല്ല, ഇതിന്റെ പൂവ് വളരെ വയലറ്റ് കളറിൽ വളരെ മനോഹരമായിട്ടുള്ള പൂവാണ്. നല്ല വലിപ്പമുള്ള പൂവ് ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. അതുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഗോൾഡൻ കസ്കാർഡ് എന്ന് പറയും. ഇത് വളരെ ഗോൾഡൻ കസ്കാർഡ് 175 രൂപയാണ് ഇതിന്റെ ഈ കവറിന്റെ വില. ഇതിൽ 100 രൂപയുടെ ചെറിയ കവറുകളുണ്ട്. പക്ഷെ അതൊക്കെ പൂവാണ് ഇതിന്റെ ഏറ്റവും വലിയ. ഈ ഒരു കൊല പൂവ് ഏതാണ്ട് 2 മാസത്തിലധികം കിടക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പൂവല്ല, ഇതിന്റെ കൂമ്പാണ്. മോളിന്ന് പച്ച ഇലകളായിട്ട് വരും. ഇത് വന്നിട്ട് ഈ മഞ്ഞ പച്ചയായി മാറും. അതിനനുസരിച്ച് താഴോട്ട് ഇത് പടർന്നുകൊണ്ടേയിരിക്കും. 1 മീറ്ററിന് മേലെ നീളം വരും അതിന്റെ ഒരു നല്ല കൊലയ്ക്ക്. കുറെ നാൾ നിൽക്കും. 2 മാസത്തിലേറെ നിൽക്കും ഒരു കൊല. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ ഇത് ടേബിൾ റോസുകൾ എന്ന് പറയും. വളരെ മനോഹരമായി പല കളറിലും മണ്ണിൽ വെച്ചു കൊടുത്താൽ വളരെ മനോഹരമായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ്. ഇതിനൊക്കെ 60 രൂപ. 60 രൂപയാണ്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനത്തെ ചെടികൾ ഇവിടെ ഉണ്ട്. ഇത് എപ്പീസിയകൾ എന്ന് പറയും. ഇതൊക്കെ പണ്ട് കാലം മുതലേ നമ്മുടെ വീടുകളിൽ വളർന്നു ഉണ്ടായിരുന്ന ചെടികളാണ്. അത് 3-4 കളറിൽ വരുന്നുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സും ആണ്. ഇത്
താഴെ വേണമെങ്കിൽ നട്ടാലും വളരെ മനോഹരമായിട്ട് കിടക്കുന്ന ഒരു ചെടിയാണ്. ഇത് ബൊഗീനിയ എന്ന് പറയും. ഇത് പൂവുണ്ടാവുന്ന 2 മാസം വരെ ഒരു കൊല പൂവ് നിൽക്കും. 250 രൂപ റേഞ്ചിൽ ഇവിടെ ഈ പൂവുണ്ടായി തുടങ്ങിയ ചെടികൾ ലഭ്യമാണ്. ഇതെന്ത് ചെടിയാണ്? ഇത് പെൻഡാസ് എന്ന് പറഞ്ഞിട്ട് നാടൻ വെറൈറ്റി പെടുന്ന പെൻഡാസ് ആണിത്. ഇത് ഹൈബ്രിഡ് ഉണ്ട്. ഹൈബ്രിഡ് വളരെ വേഗത്തിൽ പോകും. ഇത് കുറെ കാലം നിൽക്കുന്ന ചെടിയാണ്. നമുക്ക് ലാസ്റ്റ് ചെയ്യിക്കാവുന്ന ചെടിയാണ്. 80 രൂപയാണ് അതിന്റെ റേറ്റ്. പൂവ് നല്ല അത് 4 കളറിൽ ഉണ്ടായിരിക്കും. ഇതിൽ തന്നെ ഒരു ലൈറ്റ് കളർ ഉണ്ട്, വെള്ളയുണ്ട്, കടുത്ത ചുവപ്പുണ്ട്. അങ്ങനെ 4 കളർ പൂക്കൾ വരുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയ പൂ വിരിഞ്ഞേക്കുന്നത് ഇത് ബ്രൈഡൽ ബൊക്കയുടെ മഞ്ഞ ചെടിയാണ്. ബ്രൈഡൽ ബൊക്ക എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് വെള്ള കൊല കുത്തി എല്ലാ 365 ദിവസം പൂവുണ്ടാവുന്ന ചെടികളിൽ പെടുന്ന ഒരു സാധനമാണ് ബ്രൈഡൽ ബൊക്ക. അതിന്റെ യെല്ലോ ആണ്. ഇത് ജെഡ് വൈൻ എന്ന് പറയുന്ന വളരെ വില പിടിച്ച വളരെ മനോഹരമായ പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. കൊല കുത്തിയിട്ട് വയനാടാണ് ഇതിന്റെ ഈ പ്രഭവ കേന്ദ്രം. പക്ഷെ ഇത് നല്ല വലിയ കൊലകളായിരിക്കും. ഒരു 2 അടിയൊക്കെ നീളത്തിലുള്ള ഇടതൂർന്ന പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. ഞാനിത് ഇവിടെ കൊടുക്കുന്നത് 650 രൂപയ്ക്കാണ് ഈ ചെടി കൊടുക്കുന്നത്. ഇത് ഈ റേഞ്ചിലുള്ള ചെടി സാധാരണ നഴ്സറിയിൽ 1000 രൂപ വരെ വിലയുണ്ട്. ക്രീപ്പർ പോലെ പോകുന്നത്. ഇത് അകത്തിച്ചീര എന്ന് പറയും. ഇത് അകത്തിച്ചീര നല്ല ഔഷധ ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് അകത്തിച്ചീര. ഇതിന്റെ ഇലയും പൂവും കറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. വളരെയേറെ ഔഷധ ഗുണങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഒരു ചെടിയാണ് അകത്തിച്ചീര. ഇതിന് എത്ര റേറ്റ്? ഇത് 30 രൂപയുള്ളൂ. ഇത് ചെടി മുരിങ്ങ 6 മാസം കൊണ്ട് കായ്ക്കുകയും നല്ല വിളവ് തരികയും ചെയ്യുന്ന, ഒരു വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ ഉണ്ടാവുന്ന മുരിങ്ങയാണ് ചെടി മുരിങ്ങ എന്ന് പറയുന്നത്. 6 മാസം മതി അതിന്റെ വിളവ് കിട്ടുന്നതിന് വേണ്ടി. ഇതെന്തായിരുന്നു സംഭവം? ഈ ഒരു വലിയ ഇലയുള്ള ഇത് നമുക്ക് സാധാരണ ഇൻഡോർ പ്ലാന്റ് ആണ്. സെല്ലം ഗ്രീൻ, സെല്ലം ഗോൾഡ്, സനഡു ഗ്രീൻ, സനഡു ഗോൾഡ് എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഇൻഡോർ പ്ലാന്റുകളിൽ പെടുന്നതാണ്. അതായത് ഫുള്ളി ഇൻഡോർ അല്ല. ഒട്ടും വെയിൽ കിട്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചാൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. എന്നാൽ വീടിന്റെ വരാന്ത, ജനലുകളുടെ അടുത്തൊക്കെ വളരെ മനോഹരമായി പച്ചപ്പ് വീടിന്റെ അകത്ത് സൂക്ഷിക്കാൻ പറ്റിയ ഒരു ചെടിയാണ് സെല്ലം, സനഡു എന്ന് പറയുന്ന ഐറ്റംസ് ഒക്കെ. ഇത് 450 രൂപയുടെ ചെടികളാണ്. ഇതിന്റെ ഏറ്റവും ചെറിയ പ്ലാന്റ് 110 രൂപ, 200 രൂപ പല റേഞ്ചിലുള്ളത്. പിന്നെ ഇവിടെ വരുമ്പോ ഇത് ലെയറാട്ട ഫൈക്കസ് എന്ന് പറയും. അതായത് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് മാളുകളിലും റിസപ്ഷൻ കൗണ്ടറുകളിൽ അവിടെയൊക്കെ സൂക്ഷിക്കുന്ന ഇൻഡോർ പ്ലാന്റ് ആണ്. ഒരു കാരണവശാലും വെയിലത്തിരുന്നാൽ കരിഞ്ഞു പോകുന്ന ചെടിയാണ്. വെക്കരുത്. വീടിന്റെ അകത്ത് വലിയ സ്വീകരണ മുറി ഉള്ളവനൊക്കെ അവർക്കൊക്കെ കൊണ്ടുവയ്ക്കാവുന്ന ഒരു നല്ല ചെടിയാണ്. ഇത് 500 രൂപയോളം ഇതിന് വില വരുന്നുണ്ട്. ഇതിന്റെ തന്നെ വേറെ ഒരു ഐറ്റം കൂടി ഉണ്ട്. ഫിഡിൽ ലീഫ് എന്ന് പറഞ്ഞത് അവിടെ. ഇതാണോ? അതേ ഇനത്തിൽ തന്നെ പെടുന്ന ചെടിയാണ് ലെയറാട്ട ഫൈക്കസ്. ഫിഡിൽ ലീഫ് പറയുന്ന ചെറിയ ഇലകളായിരിക്കും നല്ല കട്ടിയുള്ളത്. ഇത് വെയിലത്തും വെക്കാവുന്ന ഒരു ചെടിയാണ്. അത് ഇൻഡോർ ആണ് എങ്കിൽ ഇത് വെയിലത്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ചെടിയാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്തായിരുന്നു ഈ ഇത് ഒക്കെ ഫുള്ളി ഇൻഡോർ ആയിട്ടുള്ള ചെടികളാണ്. ഇത് വെയിൽ കൊണ്ടാൽ കരിഞ്ഞു പോകുന്ന ചെടികളാണ്. ഇത് ശരിക്ക് ഒട്ടും വെയിൽ കൊള്ളാൻ പാടില്ല. മൂൺ ഷ്രെയിൻ എന്ന് പറയും. 230 രൂപയാണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. നല്ല പ്ലാന്റുകളാണ്, വളരെ മനോഹരമായിട്ട് ഫുള്ളി ഇൻഡോർ ആണത്. പിന്നെ അതിന്റെ പുറകിലിരിക്കുന്നത് മെസ്സഞ്ചർ ഗ്രീൻ, മെസ്സഞ്ചർ വൈറ്റ് എന്നൊക്കെ പറയുന്നതാണ്. അത് 250-400 രൂപ റേഞ്ചിലുള്ള നല്ല ചെടികളാണ് അതൊക്കെ. ഇത് ട്രീ ഫേൺ എന്ന് പറയും. ഫേണുകളിൽ ഏറ്റവും നല്ല ഫേണാണ്. അതായത് ലൈഫ് കൂടുതലുള്ള ഫേണുകളിൽ ഒന്നാണ് ഇത്. ട്രീ ഫേൺ എന്ന് പറയും. പിന്നെ അതിൽ ഫിഷ് ടൈൽ ഫേൺ ഉണ്ട്. വേറെ ഫേണുകള് കുറച്ച് തരമുണ്ട്. ഇത് ഈ കുഞ്ഞിത് എന്തിട്ടായിരുന്നു? മുരായ മുല്ല എന്നാണ് അതിന് പറയാ. പക്ഷെ പൂക്കൾ ഉണ്ടാവുന്നതല്ല. അതിങ്ങനെ വളരെ ബുഷിയായിട്ട് വളരെ മനോഹരമായിട്ട് ഉരുണ്ടു വരും. അത് വലുതാവും തോറും നല്ല പച്ചപ്പില് വരുന്നത്. എത്ര റേറ്റ് വരുന്നത്? അതിന് 50 രൂപയുടെ ഉണ്ട്, 150 രൂപയുടെ ഉണ്ട്. പല റേഞ്ചിലുള്ള ചെടികളുണ്ട്. ഇതും ഇലച്ചെടി. ഇത് പൂവ് ഉണ്ടാവുന്നതാണ്. പക്ഷെ ഒരുവിധം വളർച്ച എത്തിയാലാണ് ഇതില് പൂവ് പിടിക്കുന്നത്. പക്ഷെ അതിന്റെ ഇലയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു തിളങ്ങുന്ന
പ്രതലുള്ള ഇലകളാണ്. ബ്രാസിയ ഗോൾഡ് എന്നാണ് ഇതിന്റെ പേര്. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് ഈ വരാന്തകളിൽ വീടിന്റെ അകത്ത് കൊണ്ടുവച്ചാൽ ചിലപ്പോ നന്നായി കിട്ടാൻ സാധ്യത കുറവാണ്. പക്ഷെ വരാന്ത, വാതിൽക്കൽ, ജനലുകളിലൊക്കെ സൂക്ഷിക്കാവുന്ന, സ്വീകരണ മുറിയിലൊക്കെ വെക്കാവുന്ന ഒരു ചെടിയാണ് ബ്രാസിയ ഗോൾഡ്. 600 രൂപ റേഞ്ച് വരുന്ന ചെടിയാണ്. ഇത് അഗ്ലോണിമയാണോ? അഗ്ലോണിമയിൽ തന്നെ പെടുന്ന ഒരു ചെടിയാണ്. ഇത് സീബ്ര ക്രോസ് എന്ന് പറയും. ഇത് വളരെ മനോഹരമായിട്ട് ചെറിയ തൈക്ക് തന്നെ ഏതാണ്ട് 500 രൂപ വില വരുന്ന ചെടിയാണ്. ഇതിപ്പോ ഞങ്ങൾ കൊടുക്കുന്നത് 750 രൂപയായിട്ടാണ്. ഈ ചട്ടി ഇത്രയും വലിയ ചട്ടിയിലാക്കിയിട്ട് അത് കൊടുക്കുന്നത്. ആ ഒരു ടൈപ്പ് ഇവിടെ ഉണ്ട്. പിന്നെ കുരുമുളകുകളുണ്ട്, കുറെ ഇനം കുരുമുളകുകളുണ്ട്. അത് നമുക്ക് കാണാം. കുരുമുളകുകളുടെ നമുക്ക് കാണാം. ഇത് ഏറ്റവും വള്ളി പടർന്നു കയറുന്ന വള്ളി ഉള്ള കുരുമുളകാണ്. ഇത് തെക്കൻ 1 എന്ന് പറയും. തെക്കൻ 1 നല്ല ഇനം. ഒരു 6 ഇഞ്ചിന് മേലെ നീളം വരും ഇതിന്റെ ഒരു തുകയ്ക്ക്. നല്ലോണം മണികൾ പിടിക്കുന്ന, സാധാരണ കരിമുണ്ടേന്റെയും പന്നിയൂരിന്റെയും കൂടി ഒരു ക്രോസ് സെക്ഷനാണിത്. പന്നിയൂരിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ നീളത്തിലുള്ള പുറ്റുപിടിച്ച മണികളായിരിക്കും. കരിമുണ്ട എന്ന് പറഞ്ഞാൽ വളരെ കട്ടിയുള്ള മണികളായിരിക്കും. അത് രണ്ടും കൂടുന്ന ഒരൈറ്റാണ് ഈ തെക്കൻ 1 എന്ന് പറയുന്ന ഒരു ഐറ്റം. ഇത് 75 രൂപയാണ് ഒരു വള്ളിക്ക് വരുന്നത്. പടർത്തി കയറ്റാവുന്ന വള്ളികളാണ്. പിന്നെ അതിന്റെ തന്നെ മറ്റേ കുറ്റി കുരുമുളകുണ്ട്, ബുഷ് പെപ്പർ എന്ന് പറയുന്ന. ഇത് സാധാരണ 150 രൂപയ്ക്ക് ഇവിടെ കൊടുത്തിരുന്ന ഒരു ചെടി 6 മാസം മുപ്പാട് ഞങ്ങൾ കവറിലേക്ക് ഞങ്ങളൊന്ന് മാറ്റി വെച്ച് പരീക്ഷിച്ചതാണ്. 365 ദിവസം കുരുമുളകുണ്ട്. അതാണ് ബുഷ് പെപ്പറിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ സമയത്തും മുളക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന, വീടിന്റെ മുറ്റത്തോ വരാന്തയിലോ ഇറക്കാലിയിലോ, അതായത് വീടിന്റെ സൈഡിൽ തന്നെ നട്ടു വളർത്തിയാൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുരുമുളക് എല്ലാ സമയത്തും. ഇപ്പൊ എല്ലാ സ്ഥലത്തും കുരുമുളകിന്റെ സമയം കഴിഞ്ഞു, പക്ഷെ ഇവിടെ തിരിയിട്ട് തുടങ്ങണം ഇപ്പൊ നല്ല ഇത്. പിന്നെ ഇത് ഹൈ റേഞ്ച് ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയും. തിപ്പല്ലിമ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള ചെടികളാണ്. ഇത് സാധാരണ തണ്ട് കുത്തി പിടിപ്പിച്ചതാണ് എങ്കിൽ ഇത് തിപ്പല്ലിമ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ള. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേടിനെ അതിജീവിക്കാനുള്ള, മറ്റു രോഗങ്ങൾ അതിജീവിക്കാനുള്ള കഴിവ് ഉള്ള ഒരു, അതാണ് തിപ്പല്ലി ഗ്രാഫ്റ്റിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ഹൈ റേഞ്ച് ഗോൾഡ് ഉണ്ട്. പിന്നെ ഇതിൽ 3-4 ഐറ്റം ഉണ്ട്. തെക്കൻ ഉണ്ട്, കൊറ്റനാടൻ ഉണ്ട്, കുതിരവാലി എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്. അങ്ങനെ പല ഐറ്റത്തിൽ പെടുന്ന കുരുമുളകുണ്ട്. 350 രൂപയാണ് ഇതിന്റെ റേഞ്ച്. ഈ ഒരു തിപ്പല്ലിമ ഗ്രാഫ്റ്റ് ചെയ്ത് സാധാരണ തണ്ട് കുത്തിപ്പിടിപ്പിച്ചത് 150 രൂപയുടെ ഐറ്റാണ് ആയിരിക്കുന്നത്. അങ്ങനെ കേട്ടോ. കുരുമുളക് കുറെ ഇരിക്കുന്നുണ്ട് ഇവിടെ, ഇഷ്ടംപോലെ പല പല ടൈപ്പുകൾ കുരുമുളകുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ വേണ്ടവർ ഇവിടെ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ ഇത് എന്തായിരുന്നു? ഇത് അരക്കിൻ പാം എന്ന് പറയും. ഇൻഡോർ ആണ്, ഫുള്ളി ഇൻഡോർ ആയിട്ടുള്ള ഒരു ചെടിയാണ്. നമ്മുടെ വീടിന്റെ അകത്ത് നമുക്ക് ഈ ചില പാമ്പുകളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, നട്ടു വളർത്തുന്ന ആളുകളുണ്ട്. അവർക്ക് ഇൻഡോർ വെക്കാനുള്ള ചെടികളാണ്. വെയില് പാടില്ലാത്ത ഐറ്റാണ്. ഇതിന് 60 രൂപ ഒരു ചെടിക്ക് വരുന്നു. ഇത് എന്തായിരുന്നു? ഇത് വളരെ മനോഹരമായ ഒരു സാധനമാണ്. കമാലിയ എന്നാണ് ഇതിന്റെ. കമേലിയ. ഇത് വില വളരെ കൂടുതലാണ്. റോസാപ്പൂവ് എടുത്ത് കെട്ടിവെച്ചാൽ എന്തായിരിക്കും, പ്ലാസ്റ്റിക് റോസാപ്പൂ കെട്ടിവെച്ചാൽ ഒരു ചെടിയുമ കെട്ടിപ്പിടിപ്പിച്ചാൽ എന്താണോ അതാണ് ഈ ചെടിയുടെ പ്രത്യേകത. അതുപോലെ നിറയെ പൂവുണ്ടാവുന്നതാണ്. ഇനിയിപ്പോ അത് ഇതേ തളിർത്തു വരണം. ഒരു മാസം കൂടി കഴിഞ്ഞ് ഇതിന് നല്ലോണം പൂക്കൾ ഉണ്ടാവുന്നു. ഇതിന് 3000 രൂപ റേറ്റ് വരും. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് എന്ത് ടൈപ്പ് ചെടിയായിരുന്നു? ഇത് സാധാരണ ഒരു ഇലച്ചെടി. നമ്മുടെ വീടിന്റെ അകത്തൊക്കെ വേണമെങ്കിൽ വെക്കാം. നല്ലോണം വെയിലത്തിരിക്കാവുന്ന ഇൻഡോർ പ്ലാന്റ് കൂടിയായിട്ട് വളർത്താം. സെമിയാണ്. വെയിലത്തും വെക്കാം. ഇത് 1200 രൂപ റേഞ്ചിലുള്ള ചെടിയാണ്. വലിയ കവറിൽ ഇതിന്റെ ചെറിയ പീസുകളുണ്ട്. 40 രൂപയ്ക്ക് ലഭിക്കുന്ന 2 കളർ 40 രൂപ വീതമുള്ള ചെടികളുണ്ട്. ഇത് നമ്മളവിടെ നേരത്തെ കണ്ടിരുന്ന ഇത് ഗോൾഡൻ സൈപ്രസ്. ഗോൾഡൻ സൈപ്രസ് നല്ല ഇനം ചെടികളാണ്, വളരെ മനോഹരമായിട്ട്. ഇത് ബോട്ടിൽ ബ്രഷ് എന്ന് പറയും. അതിന്റെ വെരിഗേറ്റഡ് ആണ്, ഉയരം വെക്കില്ല. ഗോൾഡൻ സൈപ്രസിന്റെ അല്ല, ഇത് ബോട്ടിൽ ബ്രഷ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഇലയ്ക്ക് ഒരു വളരെ നല്ലൊരു സുഗന്ധമുള്ള, പൊട്ടിച്ച് മണത്ത് നോക്കിയാൽ അറിയാം, അതിനൊരു നല്ല സുഗന്ധമാണ് ഇതിന്. അതാണ് ഇതിന്റെ ഇലയുടെ. മറ്റ് ഇങ്ങനത്തെ ചെടികൾക്കൊന്നും ഇല്ലാത്ത ഒരു ഗുണമാണ് ഇതിന്റെ ഇലയ്ക്കുള്ളത്. നല്ല വാസന ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. പിന്നെ ഇതില് തന്നെ പല, ഇത് ആർക്കേറിയ എന്ന് പറയും, കുന്തിരിക്കം
ഉണ്ടാവുന്ന കിട്ടുന്ന ചെടികൾ ആർക്കേറിയ. കേറിയ പിന്നെ ഇതൊക്കെ തൂജ ഇനത്തിൽപ്പെടുന്ന ചെടികളാണ്, പലതരത്തിലുള്ള തൂജകളാണിത്. ഈ ഗോൾഡൻ സൈപ്രസിന് എത്ര റേറ്റ്? ഗോൾഡൻ സൈപ്രസ് ഇത് ഇത്രയും വലിയ ചെടികൾ 600 രൂപയുടെയാണ്. പിന്നെ അതിൽ 400ന്റെ ഉണ്ട്, 50ന്റെ തുടങ്ങുന്നുണ്ട്. ഇത് നമുക്ക് ഈ ഗോൾഡൻ സൈപ്രസ് ഈ അടിയിൽ നിന്ന് ഇങ്ങനെ കരിഞ്ഞു വരണ, അത് കരിഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ ഒന്ന് അത് മറ്റു ചെടികളോട് ചേർന്നിരുന്നാലാണ്. ഈ ചെടി നടുന്നത് എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് നടേണ്ട ഒരു ചെടിയാണ് ഗോൾഡൻ സൈപ്രസ്. എല്ലാ സൈഡിലും അതിന് സൂര്യപ്രകാശം അടിക്കാനുള്ള സൗകര്യം ഉണ്ടായാൽ ആ കേടുണ്ടാവില്ല. അങ്ങനെ കേട് കാണുകയാണ് എങ്കിൽ സാഫ് എന്ന് പറയുന്ന വളരെ ലൈറ്റ് ആയിട്ടുള്ള കീടനാശിനിയാണ്. അത് 5 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കടക്കി ഒഴിക്കുകയും ആ ഇലകളിൽ ഒന്ന് തെളിക്കുകയും ചെയ്താൽ അത് ആ കേട് മാറി കിട്ടുന്നതാണ്. അത് ആ ഒരു ടൈപ്പ്, അത് അറിയാത്തവർക്ക് പറഞ്ഞു തന്നെയാണ്. അതുണ്ട്. പിന്നെ ഇതെന്തായിരുന്നു? ഇത് തൂജ. ഈ ഗോൾഡൻ സൈപ്രസ് പോലെ തന്നെ ആ ഇനത്തിൽ പെടുന്ന ഒരു ചെടിയാണ് തൂജ. വളരെ ബോള് പോലെ ഉരുണ്ട ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെട്ടി നിർത്താവുന്ന ചെടികളിൽ പെടുന്നതാണ് തൂജ. ഇത് 150 രൂപയാണ് ഞങ്ങളുടെ. ഇത് ആമ്പലുകളാണ്, വിവിധ കളറിലുള്ള ആമ്പലുകളുണ്ട്. നല്ല ഭംഗിയുള്ള ആമ്പൽ. ഇതൊക്കെ എത്ര റേറ്റ്? ഇത് 270 രൂപയാണ് ഈ ആമ്പലിന്റെ ഒരു ചട്ടിയുടെ വില. താമരയുണ്ട്, അത് 500 രൂപയാണ്. അത് കളറ് പറയണമെങ്കിൽ കഴിയില്ല. പൂക്കണ സമയത്തെ നമ്മൾ ഒരിക്കലും അത് കൊണ്ടുവന്നിട്ട് ഇന്ന കളറാന്ന് പറഞ്ഞ ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് പൂത്ത് കഴിഞ്ഞാലേ വിത്തിട്ട് വളർത്തുന്ന ചെടികളായതുകൊണ്ട് അതിന് കളർ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ഐറ്റം ഉണ്ട്. ഇതെന്തായിരുന്നു? ഇതാണ് ബ്രൈഡൽ ബൊക്ക എന്ന് പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ മഞ്ഞയും ഉണ്ട് എന്ന് പറഞ്ഞ ചെടി. ഇതുപോലെ നിർത്തിയാൽ ഇത് 750 രൂപയ്ക്കാണ് ഈ പ്ലാന്റ് ഇത്രയും ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ സംവിധാനങ്ങൾ ഒരുക്കി വളരെ മനോഹരമായി. ഇതിന്റെ പ്രത്യേകത ഇത് പൂക്കാൻ തുടങ്ങിയാൽ ഇനി എല്ലാ സമയത്തും പൂക്കുന്ന ചെടിയാണ്. ഇത് മാൻഡിവില്ല എന്ന് പറയുന്ന ചെടിയാണ്. ഇതേപോലെ തന്നെ ഇതൊക്കെ 750 രൂപ. ഇതിന് 400 രൂപ ഈ ചെടിക്ക് തന്നെ വില വരുന്നതാണ്. ഇതിപ്പോ 750 ഈ ചട്ടി അടക്കം കൊടുക്കണം. സെറ്റാണ് കൊടുക്കണം 750. ഇഷ്ടം പോലെ പൂത്ത് നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ നമുക്ക് ചെടി അപ്പുറത്തല്ലേ? ഇനി ചെടികളൊക്കെ അപ്പുറത്താണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരാം.